തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ ആംബുലൻസുകൾ കട്ടപ്പുറത്ത്. കോർപ്പറേഷൻ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ആംബുലൻസുകളാണ് അറ്റകുറ്റപ്പണികൾ നടത്താതെ ശാന്തികവാടത്തിൽ ശവമായി കിടക്കുന്നത്. 8 ആംബുലൻസുകളിൽ 3 എണ്ണം മാത്രമാണ് ഇപ്പോൾ നിരത്തുകളിൽ ഓടുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം കോർപ്പറേഷന്റെ കൈവശം 8 ആംബുലൻസുകളാണ് ഉണ്ടായിരുന്നത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇത് 11 എണ്ണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് 3 എണ്ണം മാത്രമാണ്. കട്ടപ്പുറത്തായ ആംബുലൻസുകൾ അറ്റകുറ്റപ്പണി നടത്തി നിരത്തിലിറക്കാൻ ശ്രമിക്കുന്നില്ല. കുറഞ്ഞ ചെലവിൽ ലഭിച്ചിരുന്ന ഈ സേവനം നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ. ആംബുലൻസുകൾ പ്രവർത്തനരഹിതമാകാൻ കാരണം പ്രതിവർഷം നടത്തേണ്ട വാഹനക്ഷമതാ പരിശോധന കൃത്യമായി നടത്താത്തതും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ്. അതേസമയം ആംബുലൻസ് ഓടാൻ ആവശ്യത്തിന് ഡ്രൈവർമാരില്ലാത്തതും ഒരു കാരണമാണ്. തൈക്കാട്, ശാന്തികവാടം, കല്ലടിമുഖത്തെ പുനരധിവാസ കേന്ദ്രം എന്നിവിടങ്ങളിലെ ആംബുലൻസ് അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിലും വാഹനക്ഷമത പരിശോധനയ്ക്ക് 2 ആംബുലൻസും കയറ്റിയിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ 4 ആംബുലൻസുകൾ ആക്രിയാക്കാൻ നടപടിയായി. പരിശോധന മുടങ്ങിയ പശ്ചാത്തലത്തിൽ കേടായ വാഹനങ്ങൾ നന്നാക്കാനോ വണ്ടികൾ മാറ്റുന്നതിനോ കോർപ്പറേഷൻ നാളിതുവരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആംബുലൻസ് സേവനങ്ങൾ ഭാഗികമായി നിലച്ചതോടെ കോർപ്പറേഷന്റെ വരുമാനവും ഇല്ലാതായി. മൃതദേഹം കൊണ്ടുപോകാനും അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനും കോർപ്പറേഷന്റെ ആംബുലൻസ് സേവനം ആശ്വാസമായിരുന്നു. സ്വകാര്യ ആംബുലൻസുകാർ ഉയർന്ന നിരക്കാണ് ഇതിന് ഈടാക്കുന്നത്. ഈ ആംബുലൻസിന് ശരാശരി 10 മുതൽ 15 ലക്ഷം രൂപ വരെ വിലയാകും. തിരുവനന്തപുരം നഗരസഭയിൽ ആംബുലൻസിൻ്റെ സേവനം പൊതുസമൂഹത്തിന് കിട്ടുന്നത് വളരെ കുറവായി മാറിയിരിക്കുകയാണ്. കാരണം ആംബുലൻസ് വളരെ പാവപ്പെട്ട ആളുകൾക്ക് ആംബുലൻസ് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി നഗരസഭ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ആംബുലൻസ് വിളിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ പറയുന്നത് ആംബുലൻസ് ഇല്ല, കട്ടപ്പുറത്താണ് എന്നാണ്. ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തന്നെ എത്ര ആംബുലൻസ് ഇപ്പോൾ നിലവിൽ പബ്ലിക്കിന് സേവനം കൊടുക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ചെറിയൊരു പണി വരുന്ന അവസരത്തിൽ അത് നിയന്ത്രിക്കുന്ന അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് റിപ്പോർട്ട് ചെയ്യുകയോ അത് ബന്ധപ്പെട്ട ചെയർമാനോ മേയറോ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത വാഹനങ്ങളെ കമ്പനിയിൽ കൊടുത്ത് പണി ചെയ്ത് ഇറക്കുവാനോ ഉള്ള സൗകര്യങ്ങൾ നഗരസഭയിലില്ല. സേവനം ചെയ്യുന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സേവനത്തിൽ ആംബുലൻസിൻ്റെ കുറവ് വളരെ വലുതായി തിരുവനന്തപുരം നിവാസികൾ അനുഭവിക്കുന്നു എന്ന വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം ഇന്ന് നിലനിൽക്കുകയാണ്. ആംബുലൻസ് സേവനം നിലച്ചതോടെ കോർപ്പറേഷന്റെ വരുമാനത്തിലും വലിയ കുറവുണ്ടായി. ഇതിനു പുറമെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കോർപ്പറേഷന്റെ ഔദ്യോഗിക വാഹനങ്ങളിൽ പലതും ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. ഇവയിൽ മിക്കതും ആക്രിയായി. ജനം, തിരുവനന്തപുരം.